UDF നേതൃത്വം വലിയ പരിഭ്രാന്തിയിലാണ്. 50 കോടിയോളം രൂപ മുടക്കി കേരളത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് സുനിൽ കനോഗുലുവിനെ. സുനിൽ കനോഗുലുവിൻ്റെ ടീം കോൺഗ്രസിനെ നയിക്കുന്നു, UDFനെ നയിക്കുന്നു. അവരാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നത്. അവർ പറയുന്നതിന് അനുസരിച്ചാണ് കോൺഗ്രസ് നേതാക്കൾ പ്രവർത്തിക്കുന്നത്, പ്രസംഗിക്കുന്നത്, വാർത്താ സമ്മേളനം നടത്തുന്നത്. പക്ഷേ ഒന്നും എവിടെയും എത്തുന്നില്ല. CPIMൻ്റെയും സർക്കാരിൻ്റെയും പരസ്യത്തിനും പരസ്യതന്ത്രത്തിനും മുന്നിൽ തകർന്ന് വീഴുന്നു UDF നേതൃത്വം എന്നാണ് അവരുടെ പരിഭ്രാന്തി കണ്ടപ്പോൾ മനസ്സിലാകുന്നത്. ഇതെല്ലാം പറയാൻ കാരണം ഇന്ന് പ്രമുഖ മാധ്യമങ്ങളിൽ വന്ന പരസ്യമാണ്. സർക്കാർ പരസ്യം, PRD വഴി റിലീസ് ചെയ്ത പരസ്യം. പ്രമുഖ മാധ്യമങ്ങളിലെല്ലാം വന്നിട്ടുണ്ട് 2 പേജ് പരസ്യം. UDF സർക്കാരും LDF സർക്കാരും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന്, UDF സർക്കാരിൻ്റെ ഇരുണ്ട കാലം, അതെല്ലാം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ടുള്ള പരസ്യം. വലിയ പരിഭ്രാന്തി UDFന് സൃഷ്ടിക്കാൻ ഇതിൽ പരം മറ്റൊന്നും വേണ്ട. UDF സർക്കാർ എന്തായിരുന്നു എന്ന് ജനങ്ങൾ മനസ്സിലാക്കിയാൽ ഒരിക്കലും UDFന് ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്ന് നന്നായി അറിയുന്നവരാണ് UDF നേതാക്കൾ. അതാണ് ഇവിടെ സംഭവിക്കുന്നതും. അതുകൊണ്ടാണ് PRD ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താൻ തയ്യാറാകുന്നത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ. കേൾക്കാം അദ്ദേഹത്തിന്റെ വാക്കുകൾ. അതിനെതിരായിട്ട് നിയമപരമായ നടപടിയും സ്വീകരിക്കും, രാഷ്ട്രീയമായ നടപടികളും ഞങ്ങൾ സ്വീകരിക്കും. ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിപ്പിക്കുകയും ചെയ്യും. ഒരു സംശയം വേണ്ട. ഇങ്ങനെയൊക്കെ പറയുന്ന VD സതീശൻ, UDF നേതാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് എത്ര പണമാണ് പരസ്യത്തിന് വേണ്ടി ചെലവഴിച്ചത്? നിയമസഭാ രേഖകളുണ്ട്. 2 പേർ ചോദ്യം ചോദിച്ചു. UDF സർക്കാരിൻ്റെ കാലത്ത് ചെലവഴിച്ച തുക എത്രയാണ് പരസ്യ ഇനത്തിൽ ഒന്ന്. ഒരു ചോദ്യം ചോദിച്ചത് KV അബ്ദുൽ ഖാദറാണ്, മറ്റൊരു ചോദ്യം ചോദിച്ചത് UR പ്രദീപാണ്. 2 പേർക്കും നൽകിയ മറുപടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അതല്ലെങ്കിൽ ആർക്കും നിയമസഭയുടെ വെബ്സൈറ്റിൽ കയറി പരിശോധിച്ചാൽ അത് കാണാൻ കഴിയും. KV അബ്ദുൽ ഖാദർ MLAക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊടുത്ത മറുപടി പ്രകാരം രേഖകൾ പ്രേക്ഷകർക്ക് കാണാം. ചെലവഴിച്ച തുക ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ 5 വർഷക്കാലം 157 കോടി രൂപയാണ്. ഏകദേശം 158 എന്ന് തന്നെ പറയാം. 157 കോടി 10,85,558 രൂപ കൃത്യം ചെലവഴിച്ച തുക. ഓരോ വർഷവും എത്ര രൂപ ചെലവഴിച്ചു എന്നതിൻ്റെ കണക്കുമുണ്ട്. 2011-12 കാലത്ത് എന്ന് വെച്ചാൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന വർഷം ചെലവഴിച്ചത് 36 കോടി 17 ലക്ഷം. 2012-13 ചെലവഴിച്ചത് 26 കോടി 48 ലക്ഷം. 2013-14 ചെലവഴിച്ചത് 24 കോടി 2 ലക്ഷം. 2014-15 ചെലവഴിച്ചത് 29 കോടി 99 ലക്ഷം എന്ന് വെച്ചാൽ 30 കോടി രൂപ. 2015-16 24/5/2016 വരെ ഉമ്മൻചാണ്ടി സർക്കാർ ചെലവഴിച്ച തുക ഒരു വർഷം, അവസാന വർഷം 41 കോടി 32 ലക്ഷം രൂപയാണ്. 41 കോടി 32 ലക്ഷം രൂപ. ആകെ കൂട്ടുമ്പോൾ 157 കോടി 10,85,558 കോടി. ഈ തുകയിൽ 41 കോടി 77,48,918 രൂപ, 41 കോടി 77 ലക്ഷം രൂപ എന്ന് നമുക്ക് ചുരുക്കി പറയാം. ഈ പണം നൽകിയത് പിണറായി സർക്കാരാണ്, ചെലവഴിച്ചത് UDF സർക്കാരാണ്, പണം നൽകിയത് LDF സർക്കാരാണ്. പരസ്യ ഇനത്തിലെ കുടിശ്ശിക നൽകിയത് ഉമ്മൻചാണ്ടി സർക്കാർ വരുത്തിവെച്ച കുടിശ്ശിക നൽകിയത്. നിയമസഭയുടെ 16ാം സമ്മേളനത്തിൽ എന്ന് വെച്ചാൽ 28/10/2019 MLA KV അബ്ദുൽ ഖാദറുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ രേഖാമൂലം നൽകിയ മറുപടി നിയമസഭാ രേഖകളിൽ ഇപ്പോഴുമുണ്ട്. അവരാണ് ഇപ്പോൾ പറയുന്നത് ജനങ്ങളുടെ കാശെടുത്ത് LDF തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുകയാണ് എന്ന്. നേരത്തെ ചെലവഴിച്ചത് 158 കോടി രൂപ ചെലവഴിച്ചത് ഉമ്മൻചാണ്ടിയുടെ വീട്ടിൽ നിന്നാണോ? ആ പണം കൊണ്ടുവന്നത് UDF മന്ത്രിമാരുടെയും UDF നേതാക്കളുടെയും വീട്ടിൽ നിന്നാണോ? ജനങ്ങളുടെ നികുതി കാശ് തന്നെയല്ലേ ചെലവഴിച്ചത്? ഇപ്പോൾ LDF സർക്കാർ ചെലവഴിക്കുമ്പോൾ പ്രശ്നം മറ്റൊന്നുമല്ല, നെഞ്ചിൽ തറക്കുന്നു പരസ്യങ്ങൾ എന്നതാണ്. തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് മുന്നിൽ, LDFന്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് മുന്നിൽ പതറി നിൽക്കുന്നു UDF. സുനിൽ കനോഗുലുവല്ല, അതിനേക്കാളും വലിയ ആൾ വന്നാലും
LDFിൻ്റെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല UDFന് എന്നതുകൊണ്ട് തന്നെയാണ് PRD ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്താനൊക്കെ ഇപ്പോൾ UDF നേതാക്കൾ രംഗത്ത് വരുന്നത്. ഏതായാലും പതറിപ്പോയിരിക്കുന്നു. എന്തായിരുന്നു UDF സർക്കാർ, ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് മനസ്സിലാക്കിയാൽ ജനങ്ങൾക്ക് 10 വർഷം കഴിയുമ്പോൾ പഴയകാലം മറന്നു പോകുമല്ലോ. അത് മറന്നിട്ടുണ്ടാകും ജനങ്ങൾ എന്നാണ് UDF നേതാക്കൾ കരുതിയത്. അപ്പോഴാണ് LDF എന്താണ് UDF കാലം എന്ന് പരസ്യത്തിലൂടെ ജനങ്ങളോട് പറഞ്ഞത്, വസ്തുതകൾ വെച്ച് സംസാരിച്ചത്. അതോടുകൂടി തകർന്ന് തരിപ്പണമായിരിക്കുന്നു. അതാണ് ഇത്ര വിഭ്രാന്തി UDF നേതാക്കൾക്ക്.